നിങ്ങൾ ഒരു ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോഴത്തേക്കും ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ, കടലിലേക്ക് നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞാൽ അവിടെ വട്ടത്തിലുള്ള കുറേ റിപ്പിൾസ് ഫോം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? അതേപോലെ തന്നെ ഒരു റബ്ബർ ബാൻഡ് നീട്ടി വലിച്ചു പിടിച്ച് അതിനകത്തേക്ക് നമ്മൾ കൈ കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ചാൽ അതൊരു പാറ്റേണിൽ കാണിക്കുമ്പോൾ റിഥമിക് ആയിട്ടുള്ളൊരു മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിലുണ്ടാകുന്ന വൈബ്രേഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? സോ ഇങ്ങനെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ വൈബ്രേഷൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ വേവ്സ് ഉണ്ടാവുന്ന പല ഒക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരിട്ട് അറിയുന്നുണ്ട്. അതിപ്പോൾ ഒരു കല്ലെടുത്തെറിയുമ്പോൾ വെള്ളത്തിൽ ഉണ്ടാവണതായിക്കോട്ടെ, അല്ല റബ്ബർ ബാൻഡ് ഉണ്ടാവണതായിക്കോട്ടെ, ഇല്ല നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ആക്ച്വലി എന്താണ്? വൈബ്രേഷൻസ് ആണ് അല്ലെങ്കിൽ വേവ്സ് ആണ്. ഇങ്ങനെ എത്ര തരം വേവ്സ് ഉണ്ട്, അതിൻ്റെ നേച്ചർ എന്താണ്? ഇപ്പോൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും. തണ്ടർസ്റ്റോം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യം വരുന്നത് പ്രകാശമാണ്. ലൈറ്റ്നിങ് വന്നതിന് ശേഷമാണ് എന്ത് വരുന്നത്? സൗണ്ട് വരുന്നത് അല്ലേ? ഒരു ഇടിമിന്നലിൻ്റെ സമയത്ത് മിന്നലാണ് ആദ്യം വരുന്നത്, അതിന് ശേഷമാണ് അതിൻ്റെ ശബ്ദം വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് തമ്മിലൊരു വ്യത്യാസം വരുന്നത്? ഇത് രണ്ടും എന്തുകൊണ്ട് ഒരുമിച്ച് കേൾക്കുന്നില്ല? അതിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് നമ്മൾ പ്രകാശം കണ്ട് അല്ലെങ്കിൽ ആ മിന്നൽ കണ്ട് ഇത്ര സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് ആ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. എന്തുകൊണ്ട് ഈ ഡിഫറൻസ് വരുന്നത്? ആ ഡിഫറൻസ് വരുന്നതിൻ്റെ റീസൺ അതിലെ വേവ്സിനുള്ള മാറ്റങ്ങൾ കൊണ്ടിട്ടാണ്. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ്സ് എന്ന ചാപ്റ്ററാണ്. ഇറ്റ് ഈസ് വേവ് മോഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താണ്? വേവ് മോഷൻ ആണ്. ഞാൻ ആതിര. നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാ വേവ് മോഷൻ. സോ ലെറ്റ്സ് ഗോ ഇൻ ടു അവർ ചാപ്റ്റർ. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കേൾസ് അല്ലേ? ഇത് കല്ലൊക്കെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ വരിക? വട്ടത്തിലുള്ള കുറേ റിപ്പിൾസ് ആയിട്ടാണ് ഫോം ചെയ്യുക. അതേസമയം നമ്മളൊരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾ സ്പ്രിങ് നിങ്ങൾക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള കാര്യമല്ലേ? ആ സ്പ്രിങ് നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലിങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട്, റൈറ്റ്? സോ ഇത് വെച്ചിട്ട് നമുക്ക് വേവ്സിൻ്റെ നേച്ചർ പറയാൻ പറ്റും. വേവ്സ് എന്ന് വെച്ചാൽ എന്താണ്? വേവ്സ് എന്ന് വെച്ചാൽ സിംപ്ലി ഇറ്റ് ഈസ് എ മോഷൻ. It is the propagation of disturbances produced in one part of a medium to another part by the vibration of its particle. അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആ ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് വിളിക്കുക. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേവ്സ് അല്ലെങ്കിൽ വേവ് മോഷൻ എന്ന് വിളിക്കുന്നത്. ഈ പറഞ്ഞ വേവ്സ് ആക്ച്വലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് മെക്കാനിക്കൽ വേവ്സ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു കാറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ഗ്ലാസും എല്ലാം നിങ്ങൾ ലോക്ക്ഡ് ആണ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കാറ്, നിങ്ങൾ അതിനുള്ളിൽ ട്രാപ്പായി പോവുകയാണ്. നിങ്ങൾ എത്ര അതിൽ കിടന്ന് ശബ്ദിച്ചാലും പുറത്തുള്ള ഒരാൾക്ക് പോലും നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആ കാറ് എൻറ്റയർലി ക്ലോസ്ഡ് ആണ്, നിങ്ങൾക്ക് പുറത്തുള്ള ഒരു ശബ്ദവും നിങ്ങൾക്ക് അകത്ത് കേൾക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അത്? ബിക്കോസ് സൗണ്ട് നമ്മൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അവിടെ ഒരു മീഡിയം ഉണ്ടായിരിക്കണം. ഒരു മീഡിയത്തിൽ കൂടെ മാത്രമേ അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേസമയം ലൈറ്റ് അങ്ങനെയല്ല. ലൈറ്റിന് എന്ത് വേണ്ട? ഒരു മീഡിയം വേണം, നിർബന്ധമില്ല. ഓക്കെ, സോ റേഡിയോ വേവ്സ് ഒക്കെ അങ്ങനത്തെ വേവ്സ് ആണ്. സോ നമുക്ക് രണ്ടായിട്ട് വേവ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന്, ഏതിനാണോ ഒരു മീഡിയം വേണ്ടത്. രണ്ട്, ഏതിനാണോ മീഡിയം വേണ്ടാത്തത്. ഓക്കെ, സോ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ വേവ്സ്. ദാറ്റ് മീൻസ് ദ വേവ്സ് വിച്ച് നീഡ് എ മീഡിയം ഫോർ ദിയർ പ്രൊപ്പഗേഷൻ ആസ് ആക്ച്വലി നോൺ ആസ് എ മെക്കാനിക്കൽ വേവ്. സോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു മീഡിയം വേണം എന്നുള്ള ടൈപ്പ് ഓഫ് വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഈ പറഞ്ഞ മെക്കാനിക്കൽ വേവ്സിനെ തന്നെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? രണ്ടായിട്ട് നമുക്ക് മെക്കാനിക്കൽ വേവ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും, രണ്ട് ലോഞ്ചിറ്റ്യൂണൽ വേവ്സും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളിത് കണ്ടോ? ഈ ഒരു ഇമേജ് കണ്ടോ? ഇതിനകത്ത് എന്താ ചെയ്തിട്ടില്ല? ഇതിനകത്ത് ഇവിടെ നമ്മളൊരു മതിലോ എന്തെങ്കിലും ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു റോപ്പോ ഒരു കയറ് കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്നാ ചെയ്തേ? നമ്മളൊരു ത്രെഡ് എടുത്ത് ഒരു റിബണോ എന്തെങ്കിലും എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക? കെട്ടിവെക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ ഈ വേവിനെ ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്യാന്ന് വിചാരിക്കും, ഭയങ്കരമായിട്ട് ഞാൻ ഇതിനെ ഇളക്കുകയാണ്. എന്നാൽ പോലും എന്ത് സംഭവിക്കില്ല? ഈ റിബണിൻ്റെ പൊസിഷന് ഒരു മാറ്റവും സംഭവിക്കില്ല. ശരിയാണ്, റോപ്പ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പാർട്ടിക്കിൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള ഈ റിബണാണ് നമ്മൾ അതിൻ്റെ പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കുന്നില്ല? ചേഞ്ച് വരുന്നില്ല, അതിൻ്റെ പൊസിഷനിൽ മാറ്റം വരുന്നില്ല. അതായത് ഈ കേസിൽ എങ്ങനെയാണ് അതിൻ്റെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്? The particles of the medium vibrate in a direction perpendicular to the direction of the propagation of the wave. അതായത് വേവിൻ്റെ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ എന്താണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നില്ല അല്ലേ? സോ ഇറ്റ് ഈസ് ആക്ച്വലി നോൺ ആസ് ട്രാൻസ്വേഴ്സ് വേവ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ദിസ് മച്ച്? നൗ ലെറ്റ്സ് മൂവ് ഓൺ.
അങ്ങപ്പോൾ നമുക്ക് മനസ്സിലായി ഏത് പാർട്ടിക്കിൾസിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ, വേവ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ അത് എന്ത് വേവ് ആണ്? ദാറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഇനി ട്രാൻസ്വേഴ്സ് വേവിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം നമുക്ക്. ഇങ്ങനെയാണ് ട്രാൻസ്വേഴ്സ് വേവ് റെപ്രസെന്റ് ചെയ്യുക. അതിന് ക്രസ്റ്റും ഉണ്ടാകും, ട്രഫും ഉണ്ടാവും. എന്താ ഈ ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഈ അപ്പർ ബോഡി പാർട്ടിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന റെഫറൻസ് ലൈനിന്റെ പോസിറ്റീവ് ഭാഗത്ത് കാണുന്നത്, അതായത് മുകളിലത്തെ ഭാഗത്ത് കാണുന്നതാണ് എന്ത് സാധനം? ക്രസ്റ്റ്. നെഗറ്റീവ് ഭാഗത്ത്, താഴെയുള്ള ഭാഗത്ത് കാണുന്നതാണ് എന്ത് സാധനം? ട്രഫ് എന്ന് പറയുന്നത്. സോ അതിന് ക്രസ്റ്റും ഉണ്ട്, ട്രഫും ഉണ്ട്. ക്ലിയർ? അത്രയും മനസ്സിലായി? ഇനി ഈ പറഞ്ഞ ക്രസ്റ്റിനും ട്രഫിനും ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഇപ്പൊ 2 ക്രസ്റ്റുകൾ കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കും. ഇതൊരു ക്രസ്റ്റ് ആണ്, ഇത് അടുത്ത ക്രസ്റ്റ് ആണ്. ഈ ക്രസ്റ്റ് മുതൽ അടുത്ത ക്രസ്റ്റ് വരെ ഉള്ള ഡിസ്റ്റൻസ് ട്രാവൽ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിലോ 2 ട്രഫ് തമ്മിലുള്ള അകലം, ഈ 2 ട്രഫ് തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയോ അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയോ നമ്മൾ എന്തെന്ന് വിളിക്കും? വേവ് ലെങ്ത് എന്ന് വിളിക്കും. 2, ഇതിന് വേർട്ടിക്കൽ ആയിട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് കാണുന്നില്ലേ? അതായത് മുകളിലേക്ക് അതേ ഡിസ്പ്ലേസ്മെന്റ് തന്നെയായിരിക്കും താഴത്തേക്ക് ഉണ്ടാവുക കേട്ടോ. സോ വേർട്ടിക്കലി അതിനുള്ള ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. സോ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? വേവ് ലെങ്ത് എന്താന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കുള്ളത് എന്താ? വി ഹാവ് ടു നോ വാട്ട് ഇസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? സോ ഫ്രീക്വൻസി അറിയണേക്കാട്ടി മുന്നേ നമുക്ക് ടൈം പീരീഡ് എന്താണെന്ന് അറിയണം. അതായത് ഇപ്പൊ 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 യൂണിറ്റ് ടൈമിൽ എത്ര വേവ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫ്രീക്വൻസി പറയുക. അതായത് 1 സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, 1 സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി. ഓക്കെ. ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു കംപ്ലീറ്റ് ഇതിന് ഫോം ചെയ്യാൻ, ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നോ അതാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലേ? ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ T. ഫ്രീക്വൻസി ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ F. ഓക്കെ, ഇസ് ദിസ് മച്ച് ക്ലിയർ? സോ ഫ്രീക്വൻസിയുമായി ടൈം പീരീഡുമായി. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് എന്താ? സ്പീഡാണ് പഠിക്കാനുള്ളത് അല്ലേ? സ്പീഡ് പഠിക്കാനുണ്ട് അല്ലേ? സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ടൈം, റൈറ്റ്? സോ വേവ് മോഷന്റെ കേസിൽ വരുമ്പോഴത്തേക്കും അത് 1 യൂണിറ്റ് സെക്കൻഡിലെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് അതിന്റെ സ്പീഡായിട്ട് വരിക അല്ലേ? സോ ഡിസ്റ്റൻസ് ട്രാവൽ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ലാംഡയാണ്. ടൈം നമ്മൾ T എന്നല്ലേ പറഞ്ഞത്. അപ്പൊ സ്പീഡ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ലാംഡ ബൈ T. ഇനി ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? നേരത്തെ നമ്മൾ എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞേ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് എന്നുള്ളതാണ്. അതായത് അത് ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഫ്രീക്വൻസി ഇസ് എ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് വിച്ച് ഇസ് 1/T. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എന്തെന്ന് എഴുതാം? ഇറ്റ് ഇസ് ലാംഡ ഇൻറ്റു 1/T അല്ലേ? 1/T എന്താണ്? ഫ്രീക്വൻസി ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലാംഡ F. അതായത് സ്പീഡ് ഇസ് ഈക്വൽ ടു ലാംഡ F. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പറയാ. സോ അതിൽ നിന്ന് എന്ത് കിട്ടി? വേവ് ലെങ്ത്. സോറി, നമ്മൾ എന്താ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്? സ്പീഡ് ഡിസ്കസ് ചെയ്തു. സോ മൊത്തം നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? വി ഡിസ്കസ് വാട്ട് ഇസ് എൻ ആംപ്ലിറ്റ്യൂഡ്, അതേപോലെ വേവ് ലെങ്ത് പറഞ്ഞു, ഫ്രീക്വൻസി പറഞ്ഞു, ടൈം പീരീഡ് പറഞ്ഞു, ലാസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ സാധനമാണ് സ്പീഡ്. ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നമ്മൾ ഈ കേസ് പറഞ്ഞത് മാതിരി അടുത്തൊരു കേസ് നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഒരു സ്പ്രിംഗ് ആണ് നമ്മൾ എടുക്കണേന്ന് വിചാരിക്കും. ഈ സ്പ്രിങ്ങിന്റെ കേസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ സ്പ്രിങ്ങിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗങ്ങൾ വളരെയധികം അടുപ്പിച്ച് വരുന്നതായിട്ടും കുറച്ച് ബാക്കിയുള്ളത് അകന്നിരിക്കുന്നതായിട്ടും കാണാം. ഫോർ എക്സാമ്പിൾ ഈ ഏരിയയിൽ എന്താണ്? കുറച്ച് അടുപ്പിച്ചാണ് ഈ ഇതിന്റെ ഓരോ കോയിൽസ്, ഓരോ റിങ്സും ഇരിക്കുന്നത്. സോ നമ്മൾ ഇതിനെ വിളിക്കുന്ന റീജിയൻ ഇറ്റ് ഇസ് കംപ്രഷൻസ് എന്നാണ് പറയാം. ദിസ് ഇസ് ആക്ച്വലി നോൺ ആസ് കംപ്രഷൻസ്. ഓക്കെ, ഇനി ഈ ഭാഗം നോക്കി, ഇതിനകത്ത് എന്താ? അകന്നാണല്ലോ ഇരിക്കുക. സോ ദാറ്റ് മീൻസ് ഇവിടെ പ്രഷർ കുറവാണ്. സോ വി കോൾ ദിസ് ആസ് റെയർ ഫ്രാക്ഷൻസ്. ഓക്കെ, ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് റെയർ ഫ്രാക്ഷൻസ് എന്നുള്ളത്. ഓക്കെ, സോ കംപ്രഷൻ എന്താണ്? ഹൈ പ്രഷർ ഉള്ള റീജിയൻ. റെയർ ഫ്രാക്ഷൻസ് എന്താണ്? പ്രഷർ കുറഞ്ഞ റീജിയൻസ്. ഓക്കെ, ഇവിടെ എന്താ വ്യത്യാസം വരിക? ഇവിടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്തിനലോങ്? ഇറ്റ് ഈസ് അലോങ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. വേവിന്റെ ഡയറക്ഷൻ എന്തോ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്തോ, അതേ ഡയറക്ഷനിലാണ് പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻസ് വരിക. സോ ലെറ്റ്സ് ഗോ ത്രൂ. A longitudinal wave is a wave in which the particles of the medium vibrate in a direction parallel to the direction of the propagation of the wave. Vibrate in a direction parallel to the direction of the propagation of the wave. ഇങ്ങനെ
ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണോ വേവ് പ്രൊപ്പഗേഷൻ ആ ഡയറക്ഷന് പാരലായിട്ട് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തെന്നാ വിളിക്കുക, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നാണ് വിളിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടതും. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എന്താണ് ഡിഫറൻസ് ഉള്ളത്? കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ആണ് ഫോം ചെയ്യുക. മറ്റേ കേസിൽ ഏതായിരുന്നു? ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ നമ്മൾ പഠിച്ചത് ദേ ആർ ഫോമിങ് ക്രസ്റ്റ് ആൻഡ് ട്രഫ് എന്നാ പഠിച്ചത് അല്ലെ. Now let's move on. Transverse wave versus longitudinal wave. അപ്പോൾ ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് രണ്ടിനും ഡിഫറൻസ് എന്താന്ന്. സോ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള വ്യത്യാസം. ട്രാൻസ്വേഴ്സ് വേവ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഒരു ക്രസ്റ്റും ട്രഫും ഇങ്ങനെയാണ് അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവോ കംപ്രഷൻസ്, പിന്നെ വരുന്നതോ മീൻസ് റെയർ ഫ്രാക്ഷൻസ്, കംപ്രഷൻസ് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരും. സോ അത് കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ആണ് വരുന്നത്. വേറെ ഇൻ ദിസ് കേസ് ഇതെന്താ വരിക? ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡയറക്ഷൻ എങ്ങനെയാണ്? ദ വൈബ്രേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. ഇവിടെ എങ്ങനെയാണ് വൈബ്രേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ? ദിസ് ഇസ് പെർപെൻഡിക്കുലർ അല്ലെ. വൈബ്രേഷൻസ് ഓഫ് പാർട്ടിക്കിൾ ഇസ് പെർപെൻഡിക്കുലർ to the direction of propagation of the wave. Whereas in this case, ഇവിടെ എന്താണ്? Vibration of the particle is parallel to the direction of propagation of the wave. So ഇവിടെ എന്താണ്? പാരലൽ ആണ്. എന്ത് പാരലൽ ആണ്? പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ പാരലൽ ആണ്. ഇനി വേറൊരു ഡിഫറൻസ് എന്താ? ഇവിടെ ക്രസ്റ്റും ട്രഫും ആണ് ഫോം ചെയ്യുന്നത്. ക്രസ്റ്റ് ആൻഡ് ട്രഫ് ഇസ് ഫോംഡ്. ഓക്കെ, ഇനി ഇപ്പുറത്തെ കേസിൽ എന്താണ്? ഇപ്പുറത്തെ കേസിൽ ഫോം ചെയ്യുന്നത് കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ആണ്. Compressions and rare fractions. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. സോ കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ആണ് ഈ കേസിൽ. നൗ സോ ഇതിലൂടെ നമുക്ക് മനസ്സിലായി എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, ഈ തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കേസിലേക്ക് നമ്മൾ വരികയാണ്. കാറിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര നമ്മൾ ഒച്ചയെടുത്താലും എല്ലാം ക്ലോസ്ഡ് ആണെങ്കിൽ പുറത്ത് ഒരാൾക്ക് കേൾക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് തിരിച്ചും. നമുക്ക് പുറത്തുള്ളതൊന്നും നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കും കേൾക്കാൻ പറ്റില്ല അല്ലേ. വൈ? Because they are sound waves and sound waves are longitudinal waves and they are mechanical, right? So നമ്മൾ ഇത്ര നേരം പഠിച്ച എന്താ? മെക്കാനിക്കൽ വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം വേണം, റൈറ്റ്? സോ ഈ കേസ് വരുമ്പോൾ എന്താ? സൗണ്ട് വേവ്സിന് അവിടെ മീഡിയം ഇല്ല. അതുകൊണ്ടിട്ടാണ് അത് എന്ത് ചെയ്യാത്തത്? ട്രാവൽ ചെയ്ത് പുറത്തേക്ക് പോകാത്തത്. സോ സൗണ്ടിന് ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എന്ത് വേണം? അവിടെ ഒരു മീഡിയം വേണം. ഇത് നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള എക്സ്പെരിമെന്റ് ചെയ്യാതെ നോക്കാം കേട്ടോ. നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ചെവി നിങ്ങൾ എന്ത് ചെയ്യുക? ഡെസ്കിൽ വെച്ചിട്ട് ഡെസ്കിലൊന്ന് ടാപ്പ് ചെയ്ത് നോക്കുക. അപ്പോഴും സൗണ്ട് വേവ്സ് നിങ്ങളിലേക്ക് എത്തും. ബിക്കോസ് അവിടെ എന്തിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെസ്ക് ഇപ്പോൾ വുഡ് ആണെങ്കിൽ ആ വുഡിൽ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, റൈറ്റ്? എയറിൽ കൂടി ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ സൗണ്ട് വേവ്സിന്റെ സോളിഡ്സിൽ കൂടെ ആയാലും ഗ്യാസസിൽ കൂടെ ആയാലും എന്തിൽ കൂടെ ആയാലും ട്രാവൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്താണ്? നിർബന്ധമായിട്ട് അവിടെ ഒരു മീഡിയം ഉണ്ടാവണം. മീഡിയം ഇല്ലാണ്ട് സൗണ്ട് വേവ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ആൻഡ് സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ്സ്, ഈ സൗണ്ട് വേവ്സിന്റെ സ്പീഡും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ പറഞ്ഞ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൗണ്ട് വേവ്സിന്റെ സ്പീഡും ആക്ച്വലി കൂടും. ദാറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ്സ് ചേഞ്ചസ് അലോങ് വിത്ത് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ മീഡിയ ത്രൂ വിച്ച് ഇറ്റ് ട്രാവൽസ് അല്ലേ. സോ വെൻ ടെമ്പറേച്ചർ റൈസസ്, ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതേമാതിരി തന്നെ ആ സ്പീഡ്, ഏത് സ്പീഡിലാണോ ട്രാവൽ ചെയ്യുന്നത് ആ സ്പീഡ് ക്രമേണ കൂടും. സോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൗണ്ട് വേവ്സിന്റെ സ്പീഡും എന്ത് ചെയ്യും? കൂടും. ഇത്രയും മനസ്സിലായല്ലോ. നൗ നെക്സ്റ്റ് ഇവിടെ ഒരു അപ്പാരറ്റസ് കാണിച്ചാൽ അടുത്തൊരു ഫിനോമിനൻ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ലോ ഓഫ് മീൻസ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ഇവിടെ നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, 2 PVC പൈപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ടൈം പീസ് മീൻസ് ഒരു ക്ലോക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മളൊരു അലാറം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കും. അലാറം അടിക്കുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മൾ ഇവിടെയാണ്, ഈ വശത്താണ് നമ്മൾ ചെവി വെക്കുന്നതെങ്കിൽ പോലും നമുക്ക് വളരെ കൃത്യമായിട്ട് അത് കേൾക്കാൻ പറ്റും. ഹൗ? കാര്യം എന്താ? അവിടെ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ സംഭവിച്ചു. സൗണ്ടിന്റെ എന്ത് സംഭവിച്ചു? റിഫ്ലക്ഷൻ സംഭവിച്ചു. അപ്പൊ എന്താണ് റിഫ്ലക്ഷൻ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് വെൻ എ സൗണ്ട് വേവ് ട്രാവലിംഗ് ഇൻ എ മീഡിയം സ്ട്രൈക്സ് ദ സർഫേസ് സെപ്പറേറ്റിംഗ് 2 media, a part of the incident wave is reflected back into the first medium, same way as we have learned for the reflection of light. എങ്ങനെയാണോ നമ്മൾ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ പഠിച്ചത് അതേപോലെ തന്നെ എപ്പോഴാണോ ഒരു ഇൻസിഡൻറ്റ് സൗണ്ട് വേവ് 2 ഇതിലേക്ക് വരുന്നത്, അതായത് സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുന്നത്, 2 മീഡിയ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോർട്ടിലേക്ക് വന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കേസിൽ എയറും ഗ്ലാസും ആയിരുന്നു അല്ലേ. സോ അവിടെ വെച്ച് എന്ത് സംഭവിച്ചു? ഇൻസിഡൻറ്റ് വേവ് തിരിച്ചു വന്നു. എങ്ങോട്ടേക്ക്? ദാറ്റ് ഇസ് ഇറ്റ് ഇസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ ഫസ്റ്റ് മീഡിയം. ആദ്യത്തെ മീഡിയത്തിലേക്ക് തിരിച്ചു വന്നു, അതായത് എയറിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ സിമ്പിൾ റിഫ്ലക്ഷൻ, ഒറ്റ റിഫ്ലക്ഷൻ നടന്നിട്ടുള്ളൂ ഇവിടെ. അതിന് തന്നെ വേറൊരു കേസാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് ദി സൗണ്ട്. ഈ കേസിൽ എന്താ സംഭവിക്കുക? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ആ പേര് പറയുന്നത് പോലെ ഒന്നിലധികം പ്രാവശ്യം സൗണ്ട് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും.
റൈറ്റ്? പക്ഷെ അത് ഡിഫറെന്റ് ഒബ്ജക്ട്സിൽ നിന്നാകാം. സോ ദ സൗണ്ട് വേവ്സ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് റിപ്പീറ്റഡ്ലി ഫ്രം ഡിഫറെന്റ് ഒബ്ജക്ട് ഇസ് കോൾഡ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. സോ അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുക. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതൊന്നും നമ്മൾ ഒരിടത്തും യൂസ് ചെയ്യണല്ലോ, പിന്നെ എന്നാത്തിനാ പഠിക്കണേന്ന്. അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക സ്ഥലത്തും ഈ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ ഉണ്ട്. ഈവൻ നിങ്ങൾ ഇരിക്കുന്ന റൂമിലും നിങ്ങൾ സിനിമ കാണാൻ പോയിരിക്കുന്ന സിനിമാ തിയേറ്ററിലും വരെ സൗണ്ടിന്റെ റിഫ്ലക്ഷന്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം എവിടെയൊക്കെയാണെന്ന് കേട്ടോ. സോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, മെഗാഫോൺസ് അല്ലെങ്കിൽ വലിയ ഹോൺസ് അല്ലെങ്കിൽ മെഗാഫോൺസ് ആണത്. സോ ഇത് അല്ലെങ്കിൽ ഷെഹനായി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വായുടെ ഭാഗം, അതായത് ഓപ്പണിംഗ് എൻഡ് ഒരു കോണിക്കൽ ഷേപ്പിലായിരിക്കും ഇരിക്കുക. എന്തിനാ ഇത് കോണിക്കൽ ഷേപ്പിൽ വെക്കുന്നത്? ഇത്ര മാത്രമേ ഉള്ളൂ, ലൈറ്റിന്റെ റിഫ്ലക്ഷൻ സംഭവിച്ചതിന് ശേഷം ഇത് പല ഡയറക്ഷനിലേക്ക് പോവാതെ ഒരൊറ്റ ഡയറക്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഓപ്പണിംഗ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. സോ ഇവിടെ ഈ ഇൻസ്ട്രുമെന്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്തിന്റെ ബേസിസിലാണ്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന്റെ ബേസിസിലാണ്. ക്ലിയർ? ഇനി അതേപോലെ നമുക്ക് കുഞ്ഞുനാൾ മുതൽ നമ്മൾ കാണുന്ന സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്? ഹാർട്ട് ബീറ്റ്സ് കേൾക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നടക്കുന്നത് എന്താണ്? അവിടെ നടക്കുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. ഇനി ഇത് എന്താണ്? ഒരു വലിയൊരു ഹോളിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കാന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഒരു ചേർച്ചിന്റെ ഹോളായാലും അല്ല നിങ്ങളുടെ സിനിമ തിയേറ്റേഴ്സ് ആയാലും എന്ത് ഹോള് നിങ്ങൾ എടുത്താലും അതിന്റെ ഹോളിന്റെ സീലിംഗ് ഏകദേശം ഒരു കേർവ്ഡ് ഷേപ്പിലായിരിക്കും ഇരിക്കുക. എന്തിനാ അങ്ങനെ കേർവ് ഷേപ്പിൽ കൊടുക്കുക? സോ ദാറ്റ് അവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിച്ച് ഏത് സോഴ്സിൽ നിന്നാണോ ഈ ലൈറ്റ് റേ വരുന്നത്, അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണോ സൗണ്ട് വേവ്സ് വരുന്നത്, അതിനവിടെ എന്ത് സംഭവിക്കുന്നു? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിക്കും. സോ ആ ഹോളിൽ എത്ര പേരാണോ ഇരിക്കുന്ന അത്രയും പേർക്ക് ആ സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് ബീങ് സ്പ്രെഡ്. ഓക്കെ, അവിടെ സ്പ്രെഡിങ് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവിടെ സ്പ്രെഡിങ് നടക്കുന്നത്? ബിക്കോസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അത് തന്നെയാണ് സൗണ്ട് ബോർഡ്സിന്റെ കാര്യം. ഇതിപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കാം, എന്ന് വെച്ചാൽ ഒരു സ്ക്രീനിന്റെ ബിഹൈൻഡ് ആയിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കേർവ്ഡ് ഷേപ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവുക. അവിടെ നടക്കുന്ന മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ്. എന്തിനാണ് അവിടെ നടക്കുന്നത്? സോ ദാറ്റ് ദ സൗണ്ട് ഇസ് ഹിയർ ടു ഈച്ച് ആൻഡ് എവറി വൺ. എല്ലാവർക്കും ആ ശബ്ദം കേൾക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പം നമ്മൾ സൗണ്ട് ബോക്സ് ഒക്കെ എടുത്താലും അതിനകത്ത് നടക്കുന്ന ഈ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഗിറ്റാറൊക്കെ എടുത്താലും അതിൽ നടക്കുന്ന ഈ പ്രിൻസിപ്പിൾ തന്നെയാണ്. സോ ആ കേർവ്ഡ് ഷേപ്പ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഷേപ്പ് അതിനെ കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, ഒരു ന്യൂട്ടൺ ഡിസ്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് തോന്നും? നമുക്കത് വൈറ്റ് ആയിട്ട് തോന്നും അല്ലേ? തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അതെന്താ കാര്യം? ഇറ്റ് ഇസ് നോൺ ആസ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യം ഇനി ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളത് വീഡിയോ കാണാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോന്റെ ബിലോ ആയിട്ട് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, നൗ here what is persistence of audibility? Persistence of audibility എന്ന് വെച്ചാൽ എന്താ? It is the sensation of hearing produced by a sound is retained for a period of 0.1 second. അതായത് 1/10th of a second. 0.1 സെക്കൻഡിലേക്ക് നമ്മൾ എന്ത് ശബ്ദമാണോ കേൾക്കുന്നത് ആ ശബ്ദം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയാം. ഈ പറഞ്ഞ 1 സെക്കൻഡിനുള്ളിൽ തന്നെയാണ് നമ്മൾ അടുത്ത ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഈ രണ്ട് ശബ്ദത്തിനെ രണ്ടായി കേൾക്കാനുള്ള ത്രാണി നമുക്ക് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് വി കാൺ ഡിസ്റ്റിങ്ക്വിഷ് ദ സൗണ്ട്. നമ്മളത് സൈമൾട്ടേനിയസ് ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, so if another sound reaches the ear within 0.1 second, one can hear both the sounds simultaneously. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈമൾട്ടേനിയസ് ആയിട്ട് ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഭയങ്കര ഒരു ഫർണിച്ചറൊന്നും ഇല്ലാത്ത ഇപ്പം പുതുതായിട്ട് പണിത് കഴിഞ്ഞൊരു വീട്ടിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാമെന്ന് വിചാരിക്കും. നിങ്ങൾ അവിടെ കയറി സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പല പല ശബ്ദങ്ങൾ ഒരുമിച്ച് വരുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ബൂം പോലെ വരുന്നത് കാണാം, കേൾക്കാൻ പറ്റും. അതെന്താ കാര്യം? അത് ഇതിൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ സംഭവിക്കുന്നുകൊണ്ടിട്ടാണ്. ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നുണ്ട്? സൗണ്ടിൻ്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റിവേർബറേഷൻ എന്ന് പറയുന്നത്. സോ റിവേർബറേഷൻ ഇസ് എ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഇങ്ങനെ സൗണ്ട് കുറേ പ്രാവശ്യം റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ ഓരോ സൗണ്ട് കഴിഞ്ഞാൽ അടുത്ത സൗണ്ട് വരാനായിട്ടുള്ള ടൈം ഗ്യാപ്പില്ല. അത് ഭയങ്കര സ്പീഡിലാണ് വരുന്നതെങ്കിൽ നമുക്കൊന്നും തന്നെ ക്ലിയർ ആയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ റിവേർബറേഷൻ എന്ന് പറയാം. ആ ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയാ? റിവേർബറേഷൻ എന്ന് പറയാം. അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. മാറിപ്പോരുത് റിവേർബേഷനും എക്കോയും തമ്മിൽ. റിവേർബേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്കോ എന്ന് വെച്ചാൽ എന്താ?
നമ്മളൊരു ശബ്ദം മീൻസ് ഒറിജിനൽ സൗണ്ട് കേട്ടതിന് ശേഷം അതേ ശബ്ദം തിരിച്ച് കേൾക്കുമ്പോഴാണ് നമ്മൾ എക്കോ കേൾക്കുക. ഫോർ എക്സാമ്പിൾ എക്കോ പോയിന്റിലൊക്കെ നോക്കി ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഫ്രണ്ടിൽ ഒരു വലിയ ഒബ്സ്റ്റക്കിൾ ഉണ്ടാവും. ആ ഒബ്സ്റ്റക്കിൾ നോക്കി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറിജിനൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതേ ശബ്ദം നമ്മൾ തിരിച്ച് കേൾക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വി കോൾ ഇറ്റ് ആസ് ആൻ എക്കോ. ഓക്കെ, സോ വാട്ട് ഇസ് ആൻ എക്കോ? Echo is a phenomenon of hearing a sound by the reflection from a surface of obstacle after hearing the original sound. പക്ഷെ ഇത് എല്ലാ കേസിലും കേൾക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ റൂമിൽ ഇരുന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ നിങ്ങൾ സംസാരിച്ചു എന്ന് വെക്കൂ, ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്കോ കേൾക്കാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ? Now, what are the conditions to produce an echo? ഒരു എക്കോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്താ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ നമ്മൾ ഈ റൂമിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ നിങ്ങൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കേൾക്കാൻ പറ്റില്ല? എക്കോ കേൾക്കാൻ പറ്റില്ല. സോ വാട്ട് ആർ ദ കണ്ടീഷൻസ് ടു പ്രൊഡ്യൂസ് ആൻ എക്കോ? ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് there should be sufficient time gap between the original and the reflected sound. നേരത്തെ പറഞ്ഞില്ലേ 0.1 സെക്കൻഡിലാണ് നമ്മളുടെ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി. സോ നിർബന്ധമായിട്ടും ഈ രണ്ട് ശബ്ദങ്ങൾ തമ്മിൽ എന്തുണ്ടാവണം? ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവണം. എന്നാലേ നമുക്ക് ഈ രണ്ട് ശബ്ദങ്ങളും രണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. സോ there should be a sufficient time gap. So due to the persistence of hearing, the reflected sound must reach the ear after 0.1 second to produce a sound. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? നമ്മൾ പ്രോപ്പറായിട്ട് എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്താണോ ഒബ്സ്റ്റക്കിൾ അതിന് നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കായിരിക്കുമല്ലോ, ആ സോഴ്സും ആ ഒബ്സ്റ്റക്കിളും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. തൊട്ടടുത്തിട്ടുള്ളതാണെങ്കിൽ അവിടെ എക്കോ ഉണ്ടാവില്ല. ശരിക്കും ഇപ്പോൾ നമ്മൾ എയറിൻ്റെ സ്പീഡ് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ മിനിമം ഓഫ് എ ഡിസ്റ്റൻസ് ആ 17 മീറ്റർ, 17 മീറ്റർ എങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം അവിടെ എക്കോ ഉണ്ടാവുക. ഓക്കെ, സോ ഒന്ന് നിർബന്ധമായിട്ടും അതിനൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാവണം. രണ്ട്, ഈ ഒബ്സ്റ്റക്കിളും സോഴ്സും, അത് ആരാണോ ശബ്ദം പുറപ്പെടുവിക്കുന്നത് അതും ഒബ്സ്റ്റക്കിളും തമ്മിൽ എന്തുണ്ടാവണം? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല? എക്കോ പ്രൊഡ്യൂസ് ചെയ്യില്ല. നൗ ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് മസ്റ്റ് ബി റിജിഡ് ലൈക്ക് എ ബിൽഡിംഗ്, മൗണ്ടെയിൻ ഓർ ഹിൽ. നിങ്ങളിത് ഒബ്സർവ് ചെയ്താൽ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എക്കോ പോയിന്റ് കാണുമ്പോൾ ഒന്നല്ലെങ്കിൽ നേരെ കാണുന്ന ഒരു വലിയ പാറയായിരിക്കും, അല്ലെങ്കിൽ മലയായിരിക്കും അല്ലേ. സോ അല്ലെങ്കിൽ ടോൾ ബിൽഡിങ്സ് ആയിരിക്കും. ഇങ്ങനത്തെ കേസുകളിൽ മാത്രമേ അവിടെ എക്കോ ഉണ്ടാവുള്ളൂ. പിന്നെ ഇറ്റ് ഈസ് അപ്രീഷ്യബിൾ ടു ഹാവ് ലാർജ് ഒബ്സ്റ്റക്കിൾ ടു ഗെറ്റ് ആൻ എക്കോ. സോ ഒബ്സ്റ്റക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ എക്കോന്റെ ഇതെന്ന് പറയുന്നത്. അതായത് ഒബ്സ്റ്റക്കിൾ എത്ര വലുതാണോ അത്രയും കുറച്ചും കൂടി ഈസി ആയിരിക്കും ആ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടാൻ? എക്കോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ നെക്സ്റ്റ് പോയിന്റ്, ഇപ്പൊ നമ്മൾ എക്കോ എവിടെയൊക്കെയാണ് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ എക്കോ ഒട്ടും ഡിസൈറബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സിനിമ തിയേറ്ററിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? സിനിമ കാണുക. ഈ ഡയലോഗ്സ് പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾ കേൾക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ആ സിനിമ എന്താണെന്ന് പ്രോപ്പർലി ശ്രദ്ധിക്കാനും പോലും പറ്റില്ല. സോ ചില സ്ഥലങ്ങളിൽ എക്കോ അൺഡിസൈറബിൾ ആണ്. നമുക്ക് ആ സിറ്റുവേഷനിൽ അവിടെ എക്കോ വേണ്ട. സോ ആ എക്കോനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്യും. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഇപ്പോൾ സിനിമ തിയേറ്ററൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ സീറ്റ്സ് എന്ന് പറയുന്നത് സൗണ്ട്സിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. സോ ദാറ്റ് ദ സൗണ്ട് ഇസ് ബീങ് അബ്സോർബ്ഡ്. അതുപോലെ അതിൻ്റെ വാൾസ് ആയാലും എന്തായാലും സൗണ്ട് അബ്സോർബൻ മെറ്റീരിയൽസ് ആയിരിക്കാം. ഇല്ലെങ്കിൽ അത് റഫ് സർഫസ് ആയിരിക്കും. സോ ദാറ്റ് അവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, എക്കോ ഫോർമേഷനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലോസിൽ കാർപ്പറ്റ്സ് യൂസ് ചെയ്യാം, അപ്പോഴും സർഫസ് റഫ് ആവുകയാണ്. അവിടെയും അങ്ങനത്തെ സാഹചര്യത്തിലും എക്കോ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കേർട്ടൻസ് യൂസ് ചെയ്യുക, ഇങ്ങനെ വലിയ ഫോൾസ് ഉള്ള കേർട്ടൻസ് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുക? എക്കോ ഉണ്ടാവുന്നതിന് സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റുക. ഓക്കെ, നൗ സോ ഇതിന് തന്നെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച റിവേർബറേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്കോ, ഇതൊന്നും റൂമിലൊന്നും ഇല്ലാതിരിക്കുക. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെല്ലാം ടേക്ക് കെയർ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഇപ്പം നമ്മളോട് ഒരാളൊന്ന് സംസാരിക്കണം, ആൾ എന്താ പറയണേ നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് പറയുന്ന കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റണം. അതായത് സൗണ്ടിന് മര്യാദക്ക് അവിടെ ട്രാവൽ ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ബിൽഡിങ്സ് പണിയുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ഓഫ് സയൻസിനെ നമ്മൾ acoustics of building എന്ന് പറയാം, which is the branch of science that deals with the conditions to be fulfilled in the construction of a building for clear audibility. നമുക്ക് കൃത്യമായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താ acoustics നമ്മൾ നോക്കി വേണം ആ കെട്ടിടം പണിയാൻ. അത് പ്രോപ്പർ വെന്റിലേഷൻസ് ഉണ്ടാവണം, പ്രോപ്പർ വിൻഡോസ് ഉണ്ടാവണം. സോ ദാറ്റ് അതിൽ കൂടെ എയർ പാസേജ് കറക്റ്റ് ആയിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കാം? ഈ പറഞ്ഞ എക്കോയോ റിവേർബറേഷനോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ അതിനെയാണ്, ആ ഫീൽഡ് ഓഫ് സയൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? acoustics of the building എന്ന് പറയുന്നത്, അല്ലെങ്കിൽ acoustics of buildings എന്ന് പറയുന്നത്.
Now, ഇത്രയും നേരം നമ്മൾ പഠിച്ചത് റിഫ്ലക്ഷൻ, പലതരം വേവ്സ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ? മെക്കാനിക്കൽ വേവ്സ് പഠിച്ചു, അതിന്റെ 2 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. എന്തൊക്കെയാ? ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്, മെക്കാനിക്കൽ വേവ് ഉണ്ടെന്ന് പഠിച്ചു. സൗണ്ട് വേവ്സ് നമ്മൾ കുറച്ചും കൂടി ക്ലോസ്ലി ഒബ്സർവ് ചെയ്തു, കുറെ ഫിനോമിനൻസ് പഠിച്ചു, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, റിവേർബറേഷൻ, എക്കോ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, അതായത് ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോകണേ, അൾട്രാസോണിക് സൗണ്ട്. നമുക്ക് എല്ലാ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. നമുക്ക് കൃത്യമായിട്ടൊരു ഓഡിബിലിറ്റി ഉണ്ട്. ആ ഓഡിബിൾ ലിമിറ്റിൽ വരുന്ന ശബ്ദങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അത് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 20 Hz to 20 kHz. ഇതാണ് നമ്മളുടെ ഓഡിബിൾ റേഞ്ച്. ഇതിന് ഉള്ളിൽ വരുന്ന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. അതായത് 20 Hz താഴെയുള്ള ശബ്ദങ്ങളും 20 kHz മുകളിലുള്ള ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റില്ല. സോ 20 kHz മുകളിലുള്ള ശബ്ദങ്ങളെ, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അൾട്രാസോണിക് സൗണ്ട്, വാട്ട് ഇസ് അൾട്രാസോണിക് സൗണ്ട്? Sound with a frequency of greater than 20,000 Hz, which is equivalent to 20 kHz, is above the higher limit of audibility, is actually known as ultrasonic sound. ഇനി ഇത് എവിടെ ഉപയോഗിക്കുക? ഇത് ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ മെഡിക്കൽ ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ അൾട്രാസൗണ്ട് ആ ടെക്നോളജി യൂസ് ചെയ്യാത്ത മേ ബി ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഇല്ലയെന്ന് നമുക്ക് പറയാം. കാര്യം സ്കാനിങ് ചെയ്യണമെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ എക്കോ കാർഡിയോഗ്രഫി എടുക്കണമെങ്കിലും എല്ലാ സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? അൾട്രാസോണിക് വേവ്സ് ആണ്. ഓക്കെ, സോ ഇതിപ്പോൾ ഒരു സ്പൈറൽ ആയിട്ടുള്ളൊരു ഷേപ്പിലൊരു സാധനം. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ കയറി ഇരിക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പണിയാണ്. സോ ഇതിൻ്റെ ക്ലീനിങ് പർപ്പസ് നമുക്ക് എന്ത് ഉപയോഗിച്ച് ചെയ്യാം? ഈ പറഞ്ഞ അൾട്രാസോണിക് വേവ്സ് ഉപയോഗിച്ച് ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു ക്ലീനിങ് സൊല്യൂഷൻ എടുക്കുക, ആ സൊല്യൂഷൻ്റെ ഉള്ളിൽ ഈ സ്പൈറൽ മുക്കി വെക്കുക. മുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ കൂടെ എന്ത് കടത്തിവിടും? അൾട്രാസോണിക് വേവ്സ് കടത്തിവിടും. സോ അൾട്രാസോണിക് വേവ്സിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണ് അല്ലേ? സോ ഫ്രീക്വൻസി നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത്? വൈബ്രേഷൻസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഫ്രീക്വൻസി കൂടുതലാന്ന് പറയുമ്പോൾ വൈബ്രേഷൻസ് പെർ സെക്കൻഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഇതിൻ്റെ വൈബ്രേഷൻ കൂടുന്നത് മൂലം എന്ത് സംഭവിക്കും? ഇതിനുള്ളിലുള്ള ഡേർട്ടെല്ലാം നമുക്ക് എന്തായി? അതിൽ നിന്ന് ഡിറ്റാച്ച് ആയി വരും. സോ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഷേപ്പുള്ള സ്പൈറൽ ഷേപ്പുള്ള സാധനങ്ങളെയൊക്കെ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും. എന്തുപയോഗിച്ച്? അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച്. അതേപോലെ തന്നെ ഒരു മെറ്റൽ പീസിൽ എന്തെങ്കിലും ക്രാക്കോ ഫ്ലോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അൾട്രാസോണിക് സൗണ്ട്സ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം? നമ്മൾ ഈ മെറ്റൽ ബ്ലോക്കിൻ്റെ ഒരു വശത്ത് നിന്ന് നമ്മൾ ഈ പറഞ്ഞ അൾട്രാസൗണ്ട്സിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പുറത്ത് നമ്മളൊരു ഡിറ്റക്ടറും വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്ന് കടത്തി വിടുന്ന വേവ്സ് ഇപ്പുറത്ത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യും. സപ്പോസ് ഈ പറഞ്ഞ ബ്ലോക്കിൽ എന്തെങ്കിലും ക്രാക്കോ മറ്റോ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന് കണ്ടിന്യൂ ആയിട്ട് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. അതെന്ത് ചെയ്യും? തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരും. തിരിച്ച് ആ ഫസ്റ്റ് എവിടെ നിന്നാണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത് അതേ ഡിറക്ഷനിലേക്ക് തിരിച്ചു വരും. അതായത് ഈ വേവ്സ് ഡിറ്റക്ടറിലേക്ക് എത്തുന്നില്ല. സോ ഈ വേവ്സ് ഡിറ്റക്ടറിലേക്ക് എത്താത്തതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ എന്തോ പ്രശ്നമുണ്ട്, അവിടെ ഒരു ക്രാക്ക് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ മെത്തേഡിലാണ് നമ്മൾ മെറ്റൽ ബ്ലോക്സിന് ക്രാക്ക് ഉണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുന്നത്. നൗ ദ തേർഡ് വൺ, ഹാർട്ടിൻ്റെ എക്കോ കാർഡിയോഗ്രഫി. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, എക്കോ കാർഡിയോഗ്രഫി എടുത്താൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു പിക്ചർ കിട്ടും. എന്താണ് അസുഖം എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എക്കോ കാർഡിയോഗ്രഫി എന്ന് പറയുന്നത്. അൾട്രാസോണിക് വേവ്സ് ഉപയോഗിച്ച് നമ്മൾ ഹാർട്ടിൻ്റെ ഇമേജിങ് ചെയ്യുന്നു. അതിനെയാണ് എക്കോ കാർഡിയോഗ്രഫി എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് ഈസ് കിഡ്നി സ്റ്റോൺസ് ഉണ്ടായി കഴിയുമ്പോൾ ആ കിഡ്നി സ്റ്റോൺസിനെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ സ്റ്റോൺസിനെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യും. അവിടെയും പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന സെയിം തന്നെയാണ്. ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായ കാരണം ഇതിൻ്റെ വൈബ്രേഷൻസും എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ നമുക്ക് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കിഡ്നി സ്റ്റോൺസിനെ ക്രഷ് ചെയ്ത് കളയാൻ പറ്റും. ഇനി നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന് ഇപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും അസുഖമാണ്, പെട്ടെന്ന് ഒരു സെറ്റ് ഓഫ് മെഡിസിൻ കഴിച്ചു, അത് ക്യൂർ ആവുന്നില്ല, പിന്നെ നെക്സ്റ്റ് ചെക്കപ്പ് എന്താ? ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കലാണ്. സോ അതിനുവേണ്ടി എന്ത് എഴുതും? സ്കാനിങ് എഴുതും. ഈ പറയുന്ന സ്കാനിങ് ചെയ്യുന്നതും അൾട്രാസോണിക് വേവ്സ് ഉപയോഗിച്ചിട്ടാണ്. സോ ഇന്റേണൽ ഓർഗൻസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വളർച്ച ഇതെല്ലാം അറിയുന്നത് എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്? അൾട്രാസോണിക് സൗണ്ട്സ് കടത്തിവിട്ട് അതുവഴി എന്ത് ചെയ്യും? അതിൻ്റെ ഇമേജിങ് നമ്മൾ ഉണ്ടാക്കും. ഈ അൾട്രാസൗണ്ട് സ്കാൻ തിരിച്ചൊരു ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇമേജിങ് ചെയ്യുക. സോ അതും മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് അൾട്രാസോണിക് സൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? ബിക്കോസ് നമ്മൾ ഇവൻ ദോ നമുക്കറിയാം സ്കാനിങ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ ബിഹൈൻഡുള്ള പ്രിൻസിപ്പിൾ ഇതാ നമുക്ക് ഒരു അറിയുണ്ടാവില്ല. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് സൗണ്ട്സ് ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, സോണാർ. ഇതിൻ്റെ എക്സ്പാൻഷനും ചോദിക്കും,
അതേപോലെ തന്നെ ഇതിൻ്റെ വർക്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോനാർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അണ്ടർ വാട്ടർ ഉള്ള ഒബ്ജക്ട്സിൻ്റെ സ്പീഡ്, അതിൻ്റെ ഡയറക്ഷൻ, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോനാർ യൂസ് ചെയ്യുന്നത്. സോനാറിൽ ആക്ച്വലി ഇതിൻ്റെ ഫുൾ ഫോം എന്താ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോനാറിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇതിലൊരു ട്രാൻസ്മിറ്റർ ഉണ്ടാകും, ഒരു ഡിറ്റക്ടർ ഉണ്ടാകും. നമ്മൾ എന്താണോ മെറ്റൽ ബ്ലോക്സിൻ്റെ കേസിൽ പഠിച്ചത് അത് തന്നെ നമ്മളിവിടെ റിപ്പീറ്റ്ലി പറയാൻ പോകണം. അതായത് ഒരു ഡിറ്റക്ടർ ഉണ്ടാകും, ആ ഡിറ്റക്ടർ വഴി എന്ത് സംഭവിച്ചു? നമ്മൾ അൾട്രാസോണിക് സൗണ്ട്സിനെ കടത്തിവിട്ട് കഴിയുമ്പോൾ ഈ ഒബ്ജക്റ്റിന് അത് ഹിറ്റ് ചെയ്യും, തിരിച്ചത് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട്. ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്യും. സോ എത്ര സമയം എടുത്തു ഈ സൗണ്ട് വേവ്സ് പോയിട്ട് തിരിച്ചു വരാൻ? ആ ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ, മീൻസ് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുമല്ലോ. അതും ഈ പറഞ്ഞ അൾട്രാസോണിക് സൗണ്ടിൻ്റെ സ്പീഡും ഉണ്ടെങ്കിൽ ഇത് എത്ര ദൂരത്തിലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ദ ഡിസ്റ്റൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കാൻ? നമ്മൾ അണ്ടർ വാട്ടറിൽ മൂവ് ചെയ്യുന്ന എല്ലാ സാധനത്തിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസും സ്പീഡും എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നൗ മൂവിങ് ടു എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടോപ്പിക്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ സോണാർ, ഇപ്പോൾ അൾട്രാസോണിക് സൗണ്ട്സിൻ്റെ ഒക്കെ ആപ്ലിക്കേഷനാണ് പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ഓഫ് വേവ് വിച്ച് ഇസ് നോൺ എസ് സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. എർത്ത് ക്വേക്സ് ഉണ്ടാവുന്ന സമയത്ത് ഓറിജിനേറ്റ് ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഈ പറഞ്ഞ സുനാമിയുടെ സമയത്തും ഓറിജിനേറ്റ് ചെയ്യുന്ന സീസ്മിക് വേവ്സ് ആണ്. സോ സീസ്മിക് വേവ്സിൻ്റെ സ്റ്റഡി വെച്ചിട്ടാണ് നമുക്ക് എത്ര ശക്തി, എത്ര ഇൻറ്റൻസിറ്റി ഉള്ള എർത്ത് ക്വേക്ക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. സോ അതിന് ബേസ് ആയിട്ടുള്ള സ്റ്റഡി നമ്മൾ വിളിക്കുന്ന പേരാണ് സീസ്മോളജി. ആൻഡ് അത് പഠിക്കുന്ന സയൻറ്റിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സീസ്മോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ എർത്ത് ക്വേക്കിന് ഇൻറ്റൻസിറ്റി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? റിച്ചർ സ്കെയിൽ വഴിയാണല്ലേ മനസ്സിലാവുക. അതായത് ഒരു സീസ്മോഗ്രാഫിൽ വരുന്ന വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത്, ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ അത്രയും ഇൻറ്റൻസിറ്റി ഉള്ള എന്തായിരിക്കും? അത്രയും ഇൻറ്റൻസിറ്റി കൂടിയിട്ടുള്ള എർത്ത് ക്വേക്ക് ആയിരിക്കും, അല്ലേ? നമുക്കൊരു എർത്ത് ക്വേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഭൂമി കുലുക്കത്തിന് സാധ്യതയുണ്ട് എന്നുള്ള വാർണിങ്സ് ഒക്കെ വരും. എങ്ങനെയാണ് വാർണിങ്സ് വരുന്നത്? അതും ഈ പറഞ്ഞ ഫീൽഡ് ഓഫ് സയൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഓക്കെ, സോ അതേപോലെ ഈ പറഞ്ഞ സീസ്മിക് വേവ്സ് ഓറിജിനേറ്റ് ചെയ്യുന്ന എപ്പിസെൻറ്റർ, എർത്തിൻ്റെ എപ്പിസെൻറ്ററിൽ നിന്നാണ്. എന്താ എപ്പിസെൻറ്റർ എന്ന് വെച്ചാൽ, അതായത് നമുക്ക് പറയാം ഈ പറഞ്ഞ എർത്ത് ക്വേക്സ്, സീസ്മിക് വേവ്സ് ആക്ച്വലി പുറപ്പെടുന്നത് ഹൈപ്പോസെൻറ്ററിൽ നിന്നാണ്. ഹൈപ്പോസെൻറ്ററിൻ്റെ നേരെ മുകളിലത്തെ ഭാഗം, അത് എർത്ത് സർഫസിൽ എവിടെയാണോ മുകളിലുള്ള ഭാഗം, അതിനെയാണ് നമ്മൾ എപ്പിസെൻറ്റർ എന്ന് വിളിക്കുക. സോ അവിടെ നിന്നാണ് എർത്ത് ക്വേക്കിൻ്റെ അല്ലെങ്കിൽ സീസ്മിക് വേവ്സിന്റെ ഓറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ സീസ്മിക് വേവ്സിനെ, എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സീസ്മിക് വേവ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാ? വി ക്യാൻ കോൾ ഇറ്റ് ആസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് സർഫസ്. ഇങ്ങനെയാണ് 3 വേവ്സ് ഉള്ളത്. ഓക്കെ, സീസ്മിക് വേവ്സിനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, മൂന്നാമത്തെ എന്താ? സർഫസ് വേവ്സ്, അല്ലേ? ഇതിനകത്ത് പ്രൈമറി വേവ്സിനാണ് ഏറ്റവും സ്പീഡ് കൂടുതൽ, സെക്കൻഡറി വേവ്സിന് അതിനേക്കാളും സ്പീഡ് കുറവാണ്. സോ പ്രൈമറി വേവ്സ് വന്നതിന് ശേഷം എത്ര നേരം കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി വേവ്സ് വരുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ എർത്ത് ക്വേക്കിൻ്റെ ഇൻറ്റൻസിറ്റിയും പറയാൻ പറ്റും, എത്ര നേരത്തിനുള്ളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവന്തോ ഇതിന് രണ്ടിനുമാണ് സ്പീഡ് ഉള്ളത്. പ്രൈമറിക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്, അത് കഴിഞ്ഞിട്ട് സ്പീഡ് ഉള്ളത് സെക്കൻഡറിക്കാണ്. സർഫസ് വേവ്സിന് സ്പീഡ് തീരെ കുറവാണ്. എന്നിരുന്നാൽ പോലും ഡിസ്ട്രക്ഷൻസ് ഉണ്ടാകുന്ന, ഇപ്പോൾ മീൻസ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരാൾ ആരാണ്? ഈ പറഞ്ഞ സർഫസ് വേവ്സ് ആണ്. സോ ഓർത്തിരിക്കുക, എർത്ത് ക്വേക്കോ സുനാമിയോ ഉണ്ടാവുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്ന വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. ആ വേവ്സ് നമ്മൾ റിച്ചർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രത്തോളമാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് മനസ്സിലാവും. സുനാമി എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ വെള്ളത്തിനടിയിൽ ഉണ്ടാകുന്ന, അണ്ടർ വാട്ടറിൽ ഉണ്ടാകുന്ന എർത്ത് ക്വേക്സിനെയാണ് ആക്ച്വലി സുനാമി എന്ന് പറയുന്നത്. നമുക്ക് എർത്ത് ക്വേക്സ്, കേരളത്തിൽ എർത്ത് ക്വേക്സ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത കുറവും സുനാമി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുമാണ്. കാര്യം എന്താ? നമുക്ക് കോസ്റ്റൽ റീജിയൻസ് കൂടുതൽ ഉള്ളതുകൊണ്ട്. സോ ഈ 2 കേസിലും വരുന്നത് എന്താണ്? സീസ്മിക് വേവ്സ് തന്നെയാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം. സോ ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു, ബൈ. Manorama Horizon, learning made simple.